ഓക്കെ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താ നോക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത കൺസെപ്റ്റ് നമ്മൾ SMC ഫുള്ള് പൂർത്തിയാക്കി എല്ലാവർക്കും SMC കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇതൊരു എന്റർടൈൻമെന്റ് പ്ലേസ് അല്ല, അതുകൊണ്ട് ഒരുപാട് പേർക്ക് ബോറടിക്കുന്നു വിചാരിക്കും. പക്ഷെ ഇതിൽ ശ്രദ്ധിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓത്തായിട്ടുള്ള കാര്യം, മറ്റേ കാർട്ടൂണിൽ പറയുന്ന പോലെ ഫോക്കസ് ഓൺ കരിയർ നോട്ട് ഗേൾസ്, അത് പറയുന്ന പോലെ ഇതിൽ ഫോക്കസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ കരിയർ സെറ്റ് ആവും. ഓക്കെ. സോ ഇത് ബോറിംഗ് ആയിരിക്കും, ട്രേഡിംഗ് ഓൾവേസ് ബോറിംഗ് ആണ്. സോ നമ്മൾ ഇന്നത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് CRT എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻഡിൽ റേഞ്ച് തിയറം. CRTനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ. സോ നമുക്ക് CRTൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ, അതായത് CRT എന്താണ്, CRT എങ്ങനെയാണ് CRT വർക്ക് ആവുന്നത്, CRT കുറച്ച് ക്ലാസ് ഉണ്ട്. ഓക്കെ. സോ നമ്മൾ വഴിയെ അതായത് 3 ദിവസമോ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ആയിട്ട് വീഡിയോസ് വരും CRTൻ്റെയും കാര്യങ്ങളിലും. ഓക്കെ. സോ നമുക്ക് ഇന്ന് CRTൻ്റെ നോക്കാം. CRT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻഡിൽ റേഞ്ച് തിയറം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ. സോ നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നതിന് തന്നെ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചു കിട്ടും. സോ ആ കാര്യം നിങ്ങൾ മറക്കേ വേണ്ട. അതേപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തോടി വിട്ടു. സോ ക്യാൻഡിൽ റേഞ്ച് തിയറം എന്നാണ് CRTൻ്റെ ഫുൾ ഫോം. ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻഡിൽസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ട്രേഡ് എടുക്കുന്നത്. ഓക്കെ. നമ്മൾ ഇതിലെ ട്രേഡ് എന്ന് പറയുന്നത് നമ്മൾ ക്യാൻഡിൽസ് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാവും, ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടാവും. ഈ റെഡ് ക്യാൻഡിലിൻ്റെ അടിയിൽ ഗ്രീൻ ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്ത് അതല്ല ബോഡി വിക്കായി മാറി അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലാവില്ല. സോ ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ഡെമോ കാണിച്ചു തരാം. സോ നമ്മൾ ഇവിടെ ഞാനൊരു ക്യാൻഡിൽ വരച്ചു. ഓക്കെ. സോ ഇതിൻ്റെ അടിയിൽ ഞാൻ വേറൊരു ക്യാൻഡിലും കൂടി വരച്ചു. ഓക്കെ. സോ ഈ ക്യാൻഡിലിന് ഇതിനെക്കാട്ടും പൊക്കമുണ്ട്. ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. ഓക്കെ. ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. സോ ഇതിൻ്റെ അടിയിൽ ഇത്ര പോകുന്നൊരു വിക്കുണ്ട്. ഇവിടെ മേലെയും ഇത്ര പോകുന്നൊരു വിക്കുണ്ട്. ഓക്കെ. സോ മാർക്കറ്റ് നോക്കിക്കോട്ടെ. സോ മാർക്കറ്റ് ഇതിൻ്റെ അടിയിലെ ലിക്വിഡിറ്റി, അതായത് ഇവിടെ ഒരു വിക്കുണ്ട്, ഇവിടെ ഒരു വിക്കുണ്ട് കേട്ടോ. മാർക്കറ്റ് ഇതിൻ്റെ അടിയിലത്തെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തല്ലോ. സോ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ വന്ന് ബ്രേക്കായി. ഓക്കെ. ഇതിൻ്റെ മേലെ വന്ന് ബ്രേക്കായി, അതായത് ഈ ഒരു ലെവലിൽ വന്നിട്ടാണ് മാർക്കറ്റ് ഇതിൻ്റെ അടിയിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് മേലിലോട്ട് കയറിപ്പോയത്. സോ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിങ്ങൾ പലവട്ടം കണ്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എവിടെയാണെന്നറിയോ, എങ്ങനെയുള്ളതിലാണ് വർക്ക് ആവുക എന്നുള്ളതിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്. ഓക്കെ. സോ ഇങ്ങനത്തെ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 80% ചാൻസും മാർക്കറ്റ് ഈ ഒരു പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ എടുക്കും. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, CRT ക്യാൻഡിൽ റേഞ്ച് തിയറം എന്ന് പറയുക. മനസ്സിലായോ? ഇത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. സോ ഇപ്പോൾ ഇങ്ങനൊരു വലിയ ക്യാൻഡിലുണ്ട്. ഓക്കെ. ഈ വലിയ ക്യാൻഡിലുണ്ട്. മാർക്കറ്റ് എന്ത് ചെയ്തു? സോ ഇവിടുന്ന് ഒരു ചെറിയ ക്യാൻഡിൽ ഇത്രയ്ക്കുണ്ട്. ഓക്കെ. ഇങ്ങനെ ഒരു ചെറിയ ക്യാൻഡിലുണ്ട്. ഇതിൻ്റെ വിക്ക് ഇത്രത്തോളം ഉണ്ടെന്ന് വിചാരിച്ചോ. ഇതിൻ്റെ വിക്ക് ഇതിൻ്റെ അടിയിലും ഉണ്ട്. ഇതിൻ്റെ വിക്ക് ഇത്രത്തോളം ഉണ്ട്. സോ മാർക്കറ്റ് എന്ത് ചെയ്യും അറിയോ, ഇതിൻ്റെ അടിയിലത്തെ വിക്ക് എടുത്തില്ലേ മാർക്കറ്റ്, ഇതിൻ്റെ അടിയിലത്തെ വിക്ക് എടുക്കും ചെയ്തു, വിക്കിലെ ഈ ഒരു ലിക്വിഡിറ്റി എടുക്കും ചെയ്തു, ക്യാൻഡിൽ ഇവിടെ ചെന്ന് ക്ലോസ് ആവുകയും ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ക്ലോസ് ആയപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടി. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും, വരുന്ന ക്ലാസ്സിലൊക്കെ നമ്മൾ പറയും. സോ ഈ ഒരു സംഭവം കിട്ടി. ഈ അടുത്ത ക്യാൻഡിൽ ഇവിടുന്ന് ഓപ്പൺ ആവുമല്ലേ, ഈ അടുത്ത ക്യാൻഡിൽ എന്ത് ചെയ്യും, മാർക്കറ്റ് കയറിയിട്ട് ഇതിൻ്റെ ഹൈ എടുക്കും. സോ ഇങ്ങനെയാണ് എന്ത് CRT വർക്ക് ആവുന്നത്. സോ CRTയിൽ എപ്പോഴും നിങ്ങൾക്ക് ട്രേഡ് കിട്ടില്ല. സോ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മാസത്തിൽ 5 തവണയോ ആഴ്ചയിൽ 1 തവണയോ ഒക്കെ ഈ ട്രേഡ് കിട്ടുള്ളൂ. സോ ഈ ട്രേഡിൻ്റെ ഹവർ, അതായത്
നമ്മൾ ടൈം ഫ്രെയിംസ് നോക്കേണ്ടത് ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ ഹയർ ടൈം ഫ്രെയിംസ് ആണ് നോക്കേണ്ടത്. ഇതിൻ്റെ ഏത് ടൈം ഫ്രെയിമാണ് പെർഫെക്റ്റ് ടൈം ഫ്രെയിം എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. സോ ഇത് മറക്കാതെ തന്നെ ശ്രദ്ധിച്ചോ, കുറച്ചും കൂടി ഞാൻ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. സോ നമ്മൾ ഇവിടെ ലിക്വിഡിറ്റി കവർ ചെയ്തല്ലോ. ഈ ലിക്വിഡിറ്റി കവർ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു മാർക്കറ്റിൽ. ഇവിടെ ഇൻഡ്യൂസ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതായത് പ്രൈസിന്റെ വ്യതിയാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതിൽ CRT സംഭവിച്ചു. സോ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഏകദേശം ഒരു കൺഫർമേഷൻ പോലെ സംഭവം കിട്ടി. ഈ കൺഫർമേഷൻ കിട്ടിയപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മൾ ഇവിടുന്ന് ട്രേഡ് ഇട്ടു. സോ നമ്മൾ ഇവിടുന്ന് നമ്മൾ ട്രേഡ് ഇട്ടു കേട്ടോ. നമ്മുടെ ഓക്കെ, ഇവിടുന്ന് നമ്മൾ ട്രേഡ് ഇട്ടു. സോ എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടേക്ക് കയറ്റി വെച്ചു. ഇതിന്റെ മേലെ കയറ്റി വെച്ചു. മാർക്കറ്റ് അച്ചീവ് ആയില്ലേ. അപ്പൊ നമ്മള് സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം? സ്റ്റോപ്പ് ലോസ് ഇതിന്റെ അടിയിലോ അല്ലെങ്കിൽ ഇവിടെ ഒരു വിക്ക് പോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, മാർക്കറ്റ് ഞാനൊരു ഡെമോ കാണിച്ചു തരാം. മാർക്കറ്റ് ഇങ്ങനെയല്ലേ ലോവർ ടൈം ഫ്രെയിംസിൽ പോവുക. ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിണ്ടാവും. ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഉണ്ടായിണ്ടാവും. എന്നിട്ട് മാർക്കറ്റ് ഇതിന്റെ മേലെ ഉണ്ടായിണ്ടാവും. സോ നമ്മൾ വിക്ക് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു അതായത് ഈ ഒരു സ്വിങ് ലോ ടൈം ഫ്രെയിംസിൽ ഈ ഒരു സ്വിങ്ങിന്റെ അടിയിലാണ് നമ്മൾ എന്ത് കൊണ്ട് വെക്കുക, സ്റ്റോപ്പ് ലോസ് കൊണ്ട് വെക്കുക. സോ ഇങ്ങനത്തെ ട്രേഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രോഫിറ്റബിൾ ട്രേഡ്സ് ആയിരിക്കും. സോ എനിക്കിത് 1-2 തവണയൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു കഴിഞ്ഞ മന്ത്. ഓക്കെ, ഞാൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് 2 തവണ കിട്ടിയിട്ടുണ്ട്. ഞാനത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, CRT എന്ന് പറഞ്ഞിട്ട്. സോ ഇവിടെ ശ്രദ്ധിച്ചോ, ഇത് 1:8 ആണ്. സോ ഇവിടെ ശ്രദ്ധിച്ചു നോക്ക്, 1:8 ഇത്രയും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1:8 ആണ്. അതായത് 100 പോയിന്റ്സ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ 877 പോയിന്റ്സ് ആണ് ഇവിടെ എന്ത് ടാർജറ്റ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. നമ്മൾ വെച്ചിട്ടുള്ളത് വെറും 877 പോയിന്റ്സ്. സോ ആലോചിച്ച് നോക്കണം നിങ്ങൾ. എൻ്റെ അക്കൗണ്ട് ഉദാഹരണത്തിന് 5K അക്കൗണ്ടിൽ 1% റിസ്ക് വെച്ചു, $50 റിസ്ക് വെച്ചു. $50 ഇരട്ടി എത്രയാ? 8 ഇരട്ടി എത്രയാ? $400. ഒറ്റ ട്രേഡില് ഒരു മന്ത് പ്രോഫിറ്റബിൾ ആവാൻ ഈ ഒരു ഒറ്റ ട്രേഡ് പോരെ? സോ ചിന്തിക്കൂ ഗൈസ്, ചിന്തിക്കൂ. ഈ ഒരു ട്രേഡ് ഒരു മാസത്തിൽ ഇങ്ങനത്തെ ഒരു 2 ട്രേഡ് കിട്ടിയാൽ മതി. ഇത് 80% ചാൻസ് ആണ്. 80%, 80% നിങ്ങൾക്ക് ഇത് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒന്ന് ഇരുത്തി ചിന്തിക്കുക. നിങ്ങൾ പണം 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 എന്ന് പറഞ്ഞ് ഇരിക്കാണ്ട് ഇതിന്റെ സംഭവങ്ങൾ നിങ്ങൾ നോക്ക്. CRT എന്നുള്ളതിന്റെ സംഭവം നോക്ക്. ഇത് എപ്പോഴും കിട്ടില്ല. മാസത്തിൽ 2 തവണ കിട്ടിയാൽ മതിയോ? $800 കിട്ടിയോ? $800 കിട്ടിയോ? പോരെ? $800 ഒരു മന്ത് പ്രോഫിറ്റബിൾ. $800 പറയുമ്പോൾ 70,000 രൂപ. 70,000 രൂപ ഒരു മന്ത് പ്രോഫിറ്റബിൾ മതിയോ? ഇതുപോലെ ജീവിക്കാൻ ചിന്തിക്കൂ ഗൈസ്, ചിന്തിക്കൂ. ഇതൊരു മോട്ടിവേഷണൽ ക്ലാസ് അല്ല. ഇത് നിങ്ങൾക്ക് വേറെ എവിടെയും പറഞ്ഞു തരാത്ത ഓരോ സംഭവങ്ങളാണ്. CRT ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിപ്പിക്കില്ല. CRT എന്ന് പറയണത് വേറെ എവിടെയും പഠിപ്പിക്കില്ല. CRT ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിപ്പിക്കില്ല. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസിന് CRT എന്താണെന്ന് അറിയില്ല. ഇരുന്ന് ചിന്തിക്കൂ ഗൈസ്, ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കൂ. സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് മിസ്സാക്കണ്ട, അത്രേ എനിക്ക് പറയുള്ളൂ. SMC പലരും മിസ്സാക്കിയിട്ടുണ്ട്. SMC വൈകിയതായിരിക്കും മിസ്സാവാനുള്ള കാരണം. പലരും മിസ്സാക്കിയിട്ടുണ്ട്. ഇത് മിസ്സാക്കണ്ട. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. ഇതൊക്കെ പൈസ കൊടുത്താൽ പോലും കിട്ടാത്ത സംഭവങ്ങളാണ്. നിങ്ങൾ 60,000 70,000 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈസ് ആക്ഷൻ പഠിപ്പിച്ചു തരും, ലോക്കൽ SMC പഠിപ്പിച്ചു തരും, ലോക്കൽ ICT പഠിപ്പിച്ചു തരും. എന്നിട്ട് നിങ്ങളോട് പോയി ട്രേഡ് ചെയ്തോളാൻ പറയും. നിങ്ങൾ ട്രേഡ് ചെയ്യും, നിങ്ങളിൽ നിന്ന് വേണ്ട ഒരു 80,000 രൂപ പോവും, നിങ്ങൾ മൂഞ്ചി തിരിഞ്ഞ് ഇവിടെ ഇരിക്കും. ഇത് ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ളൊരു സംഭവം നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. ഫ്രീ ആയിട്ട് കിട്ടുന്നു എന്ന് വെച്ചിട്ട് നിങ്ങളിത് പഠിക്കാതിരിക്കേണ്ട. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള സംഭവമാണ്. ഓക്കെ, സോ ഇത്രയും പറഞ്ഞതിന് നമുക്കൊരു ലൈക്ക് തരിക. ലൈക്ക് തരാതിരിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ നാളെ ഇതിൻ്റെ ബാക്കി വീഡിയോസ് നാളെ ആയിട്ട് വരും. അതുവരേക്കും ബൈ ബൈ.